ചെയ്യുന്നില്ല. ആരെന്റെപ്പുറം നിക്കൂല. ഹേ ഗായ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ 2 ദിവസം മുന്നേ ആയിട്ട് റിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും അതേപോലെ ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിട്ടുണ്ട്. ഇത് എവിടെന്ന് വെച്ചാല് കണ്ണൂർ വളപട്ടണത്താണ്. വളരെ ദുഃഖം തോന്നിയ ഒരു വോയിസ് റെക്കോർഡ് ആ പെൺകുട്ടിന്റെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അത് കേട്ട് ഒരാളുടെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാതിരിക്കൂല. അത്രയും സങ്കടകരമായ ഒരു വോയിസ് ആണത്. ഞാൻ കേട്ടിട്ട് അന്ന് ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഞാനത് കേട്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എങ്ങനെയാണ് വിശ്വസിച്ചൊരു പെൺമക്കളെ നമ്മൾ കെട്ടിച്ചയക്കാന്ന് ചിന്തിച്ചു പോകുന്നു. കാരണം എന്ന് വെച്ചാല് ഇവര് ഇഷ്ടത്തിലായിട്ട് കല്യാണം കഴിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കില് ഈ ചെക്കന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് അവർ അന്വേഷിച്ചില്ല എന്നാണ് എനിക്ക് വല്ലാണ്ട് എന്താ പറയാ ഒരു ഇത് തോന്നുന്നത്. കാരണം നമ്മൾ പണവും വീടും സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നല്ല പാർട്ടിയാണ്, നല്ല അടിപൊളി ഒന്നുമില്ല കച്ചറൊന്നും ഇല്ലാത്ത ടീമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോഴാണ്, നമുക്ക് ആഴത്തിലോട്ടൊന്ന് ഇറങ്ങുമ്പോഴാണ് എല്ലാം പുറത്ത് വരുന്നത് ഗൈസ്. അപ്പൊ ഈ പെൺകുട്ടിയും അങ്ങനെ പെട്ടുപോയതാണ്. കാരണം നല്ലോണം ഇഷ്ടത്തിലായിട്ട് ഇവർ കല്യാണം കഴിച്ചതാണ്. 7 മാസം കഴിഞ്ഞിട്ടേ 8 മാസേ ആയിട്ടുള്ളൂ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഗൾഫിലൊക്കെ പോയി വിസിറ്റിന് ഇപ്പൊ ഇതിനിടെ പോയിട്ട് പെണ്ണ് നാട്ടിലേക്ക് വന്നതാണ്. ആ പെൺകുട്ടി നാട്ടിലേക്ക് വന്നതാണ് ഗൈസ്. അപ്പൊ നാട്ടിൽ വന്ന ശേഷമാണ് ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെട്ടിട്ട് വീട്ടുകാരൊക്കെ തുറന്ന് പറയാതിരിക്കുകയാണ് ആദ്യം ഉണ്ടായതെന്നാ പറയുന്നുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് വീട്ടുകാരോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നുള്ളത്. പക്ഷെ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. അപ്പം ഗൾഫിൽ ഇപ്പൊ വിസിറ്റിങ്ങിന് പോയ സമയത്ത് തന്നെ ഈ പെൺകുട്ടിക്ക് വല്ലാണ്ട് മാനസികമായും ശാരീരികമായിട്ടും വളരെ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം വെച്ചാല് ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിന്ന് വരെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഫ്രണ്ട്സ് ഈ പെൺകുട്ടിന്റെ മുമ്പിൽ നിന്ന് വരെ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ എതിർക്കുകയും തടുക്കുകയും ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റതെന്നൊക്കെ വേണം പറയുന്നത്. അപ്പൊ എന്തായാലും ഇവന് വെറുതെ വിടാൻ പറ്റൂല. കാരണം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിന് എന്നൊക്കെയാണ് പറയുന്നുള്ളത്. ആ പെൺകുട്ടി വ്യക്തമായ ലെറ്ററിലും അതുപോലെ വോയിസ് റെക്കോർഡിലും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആ ഒരു ഇവനെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനെ വെറുതെ വിടരുതെന്ന് തന്നെയാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാനില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം ഞാൻ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. ഒക്കെ ഇനിയും നോക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ് കരിയൂല കുറെ. ഓനിക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പുമ്മയും കരിയൂല. കണ്ണൂർ പൊയ്ത്തുംകടവിലെ ഫാത്തിമത്തുൽ ഹിസ എന്ന 20 വയസ്സുകാരി വിവാഹം കഴിഞ്ഞ് 8 മാസം തികയുമ്പോഴാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. എന്തെങ്കിലും വിഷയങ്ങൾ ഉള്ളതായിട്ട് മകൾ പറഞ്ഞിരുന്നോ? മോളോളൊന്നും വിഷമങ്ങളൊന്നും എന്നോട് പറയലൊന്നുമില്ല. ഇതുവരെ 6 മാസത്തിലെടുക്കൊന്നും പറയില്ല നമ്മളിത്. അന്ന് രാവിലെ വൈകുന്നേരം വരെ എൻ്റെ ഒരുമിച്ച് താഴെ ബെഡ്റൂമിൽ ഉണ്ടായതാണ്. വൈകുന്നേരം ആരും പറഞ്ഞാൽ എനിക്ക് കുളിക്കണം, നൈറ്റ് മേലേക്ക് ഫോണും കൈയും പിടിച്ചിട്ട് പോയ മോളാണ്. പിന്നെ ഇറങ്ങുന്നത് ഏട്ടൻ്റെ ഭാര്യയും ഉമ്മി വന്നില്ലേ, അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ചായം കുടിച്ചിട്ട് ഇതിലേക്ക് ആദ്യം പോയി അവർ പോയതിന് ശേഷം കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പിന്നെ ആ മോള് വന്നില്ല. പിന്നെ ആങ്ങളെയും ഭാര്യയും വന്ന ശേഷം ഓളെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഓൾ കുളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്ര സമയം എന്ന് വെച്ചാൽ ഇവള് മേലേക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഉപ്പ ഞാൻ പോയിക്കാനത് എൻ്റെ ഉപ്പാനത്തെല്ലാം പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്, അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. ഇന്ന് പലർക്കുമുള്ള ബുദ്ധിമുട്ടാണ് വയറ്, സൈഡ് എന്നൊക്കെ കാണാൻ വരുന്ന ഓരോന്ന് വളരെ പേടിപ്പിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും ഇങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്നില്ല. നീ എന്തായാലും ചെയ്ത് തരണം ഉപ്പാനോട്. ഉപ്പയും എന്നെ പഠിക്ക് വിചാരിക്കുമ്പോ ഓനെന്തായാലും എന്നെ പറ്റി കുറ്റം പറഞ്ഞു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. നീ അങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാൻ കഴിയും. നീ എന്തായാലും ഉപ്പാനടുത്ത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ റൂമിൽ ആച്ചിൻ്റെ ഡ്രസ്സ് വെക്കുന്നതിൻ്റെ താഴെ കല്യാണത്തിൻ്റെ ലഹങ്ക വെച്ചതിൻ്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവറുണ്ട്. അതിൽ 2 പേപ്പറുണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം.
അക്ക് തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. അക്ക് ഇനിയും നോക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂല കുറെ. ഓനിക്ക് സന്തോഷമായിരിക്കും. പക്ഷെ എൻ്റെ ഉപ്പ വയറ് കുറയ്ക്കുക, ഓർക്കോടെ വയറ് കുറയ്ക്കുക മേജർ ആൾക്കാരും ചോദിക്കുന്നത്. ഇനി ഉപ്പയും ആയാലും ഓൻ്റെ വാക്കുകൂട്ടി തന്നെ ഇതാക്കിയാലും മുബാരി സണ്ണിക്ക് വേണ്ടി കരയൂലേ. അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നില്ല. പക്ഷെ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും കഴിയുന്നില്ല. ചെയ്യാണ്ട് നിന്നിട്ട് എന്തിനാണ് ആദ്യം ഇങ്ങനെ ഉരുകി തീരാൻ എനിക്ക് കഴിയൂല. കുട്ടിയുടെ ഒരു ഓഡിയോ, വാട്സപ്പ് ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഞാൻ എന്നോട് ഒന്നും ഒരു കാര്യം പറയില്ല. എന്തായിരുന്നു ഭർത്താവുമായിട്ട് എന്തായിരുന്നു പ്രശ്നം? കാണിക്കുന്നില്ല അങ്ങനെ ടെൻഷനൊന്നുള്ള ഒരു ഇത് നമ്മളെ മുന്നിലൊന്നും ഓളൊന്നും കാണിക്കുന്നില്ല. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒന്നും വിഷമിപ്പിക്കലില്ല. എൻ്റെ വിഷമം ഓൾ മാറ്റും. അത്രയും നല്ല മോളാണ്. നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ എന്ന് വെച്ചാൽ ജനുവരി 8-നാണ് റിസയുടെ കല്യാണം കഴിഞ്ഞത്. അതിന് ഒരു മാസം പിന്നിട്ട ശേഷം ഇവർക്ക് മകളിലേക്ക് വരുമ്പോഴും അപ്പോൾ സുഹൃത്തുക്കൾ റൂമിലേക്ക് വന്നിട്ട് അവിടുന്ന് MDMA ഉപയോഗിക്കലും ഇവൾ അതിനെപ്പറ്റിയിട്ട് എതിർക്കലും ചെയ്യുമെന്ന് അവിടുന്ന് മർദ്ദനമുണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം ഉപ്പാനും ഉമ്മാനും അറിയിക്കാണ്ട് കുട്ടി ഒരു വിഷമവും വീട്ടുകാരോട് പറയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല സോഷ്യലൈസാൽ ചിരിച്ചും കൊണ്ടാണ് ഇവിടെ ഉണ്ടായത്. ഇതെല്ലാം സുഹൃത്തുക്കളോട് എല്ലാം പറയും, പങ്കിടും. വെച്ചാൽ ഇങ്ങനെ എന്നെ വല്ലാണ്ട് മർദ്ദിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, MDMA ഉപയോഗിച്ചിട്ട് ഞാൻ എതിർക്കുമ്പോൾ വല്ലാണ്ട് മർദ്ദനം ഉണ്ടായിരുന്നു. ഇത് ഉപ്പാനും ഉമ്മാനും അറിയിക്കരുത്. വെച്ചാൽ ഉപ്പാക്ക് സൂലാത്തതാണ്. അതുകൊണ്ട് ഉപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടിക്കരുത്. ഉപ്പാക്ക് സൂലാത്തതുകൊണ്ട് ഉപ്പ് എന്തെങ്കിലും ആയിപ്പോവും. അതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കേണ്ടെന്നിട്ടാണ് പിന്നെ നമ്മളെ മോള് പറഞ്ഞത്. അതിന് മുമ്പേ പിന്നെ മാർച്ച് 2-ാം തീയതി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു ആത്മഹത്യ ശ്രമിച്ചിന്, കയ്യിൽ നേരെ മുറിച്ചിട്ട്. അത് കൃത്യമായിട്ട് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത് ചാല മിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്, അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഞങ്ങളറിയില്ല. നമ്മളോട് ഒരു വിഷമോ നമ്മളെ മോള് പറഞ്ഞിട്ടില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ കാര്യം പറഞ്ഞില്ലേ? അവർ ഈ സമയമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടീനെ നിയന്ത്രിച്ച് കൊണ്ടുപോകും, കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കൂ. ഭർത്താവിന് എന്ത് ലഹരി ഇടപാടുകളാണോ, ലഹരി ഉപയോഗിക്കലായിരുന്നു, എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? മനസ്സിലാക്കിയാൽ ഓരോ സുഹൃത്തുക്കൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടാൽ പിന്നെ ഈ ആസിഫിൻ്റെ കൂട്ടുകാർ അവിടെ വരും. ഈ ലഹരി ഉപയോഗവും അല്ലെങ്കിൽ ഇവൾ കണ്ണോട് എതിർത്തുകൊണ്ടാണ് ഇവർക്ക് വല്ലാത്ത മർദ്ദനം, ഇവളെ ഭീഷണിപ്പെടുത്തൽ. ഈ ഭീഷണിയെല്ലാം ഉണ്ടായത് ഇയാളുടെ വീട്ടിൽ വെച്ചാണോ ഗൾഫിൽ വെച്ചാണോ? ഗൾഫിൽ വെച്ചിട്ട്. ഉണ്ടായത് അവിടെ വെച്ച്. മർദ്ദനെല്ലാം അവിടെ വെച്ചിട്ട് തന്നെ കൂടുതൽ. ആ മോള് പറയാണ്ട് മനസ്സിൽ വെച്ച് നിന്നതാണ്, ഉപ്പാനുമാനും വിഷമിക്കാണ്ടെന്ന് വെച്ചിട്ട്. നിങ്ങൾ ശക്തം. അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ ചങ്ങായി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അവൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്തതാണ്, ഈ ഒരു വിവരം നീ പുറത്തറിയിക്കരുതെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി അടിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് ഇങ്ങോട്ട് പറയുന്നുള്ളത്. അവരുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നുള്ളത്. ആ ലെറ്ററിലൊക്കെ അങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളതാണ് പറയുന്നുള്ളത്. എന്തായാലും അള്ളാഹു കവർ വിശാലമായി കൊടുക്കട്ടെ. പെൺകുട്ടീൻ്റെ എന്നേ പറയാനുള്ളൂ. ആർക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ. എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം.